മെട്രോയിൽ അടുത്ത അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് അയാളിൽ നിന്ന് ഞാൻ നോട്ടം മാറ്റിയത്. എന്തുകൊണ്ടോ അയാളെ നോക്കിയിരിക്കാൻ എന്തോ രസം തോന്നി. ഉടനെ തന്നെ എൻ്റെ വിജയ് സേതുപതിയുടെ ഡ്യൂപ്പ് എന്നെ നോക്കി. താൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ വായി നോക്കിയിരിക്കുന്നു എന്നെ? തമിഴ് കലർന്ന മലയാളത്തിൽ അയാൾ എന്നോട് സംസാരിച്ചു. പെട്ടെന്നൊരു ചമ്മൽ തോന്നിയെങ്കിലും അയാളോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഇവിടെയാണോ വീട്? എന്തിനാ? നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അയാളുടെ മറുപടി കുറച്ച് കടുപ്പത്തിലായിരുന്നു. അതെ, കേട്ടാൻ ഉദ്ദേശമുണ്ട്. എന്താ, തമിഴന്മാർ മലയാളി പെണ്ണെ കേട്ടില്ലേ? ഉള്ളിൽ നിറഞ്ഞു വന്ന ദേഷ്യത്തിൽ അങ്ങനെ പറയാനാണ് തോന്നിയത്. എൻ്റെ മറുപടി കേട്ടിട്ട് അയാളുടെ പുരുകൻ ചൊളിഞ്ഞു. നീ പോ എന്നാ സൊന്ന? അവൻ ഒന്നുകൂടി ചോദിച്ചു. ഒന്നുമില്ല, വേഗം പറഞ്ഞോണ്ട് അടുത്ത മെട്രോ സ്റ്റോപ്പിൽ ചാടി ഇറങ്ങി. ചിരി വരുന്നുണ്ടായിരുന്നു. എന്തിനാ അയാളോട് അങ്ങനെ പറഞ്ഞെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഉള്ളിൽ എന്തോ ഒരിഷ്ടം അയാളോട് തോന്നുന്നു. തിരുമംഗലം മെട്രോ സ്റ്റോപ്പിൽ നിന്നും ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ എൻ്റെ ഹോസ്റ്റലിൽ. അഞ്ജലി പതിവ് പോലെ ഹോസ്റ്റലിൽ ചെന്ന് ചായ കുടിച്ച് വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. മെട്രോയിൽ നിന്ന് ചെറിയ പുഞ്ചിരി തൂകിയാണ് അവൻ ഇറങ്ങിയത്. നവംബർ മാസത്തിൽ ഉച്ചയ്ക്ക് ശേഷം കാലം തെറ്റിപ്പെയ്യുന്ന ഒരു മഴയുടെ കുളിർമയുണ്ടായിരുന്നു ചെന്നൈ മുഴുവനും. പകൽ മുഴുവനും ചൂടാണെങ്കിലും രാത്രി ഒരു കുളിർമയുണ്ടായിരുന്നു. അവൻ സ്ട്രീറ്റിലൂടെ നടന്നു. റോഡ് സൈഡിൽ നല്ല ചൂട് ഒഴുന്നു വഴിയുടെ മണം വന്നതും അവർ രണ്ടെണ്ണം കടയിൽ നിന്ന് വാങ്ങി. ഇത് അവൻ്റെ പതിവായിരുന്നു. തൊട്ടടുത്ത് തന്നെ തനിക്ക് ഏറെ അടുപ്പമുള്ള ചെമ്പകമ്മയുടെ കയ്യിൽ നിന്നും ഒരു മുഴം മുല്ലപ്പൂവ് വാങ്ങാനും അവൻ മറന്നില്ല. ചിരിച്ചുകൊണ്ട് അവർ വാഴയിലയിൽ പൂവ് പൊതിഞ്ഞു. അവൻ ആ പൂവ് വാങ്ങി. തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ കണ്ടു മുകൾ നിലയിൽ ബാൽക്കണിയിൽ തന്നെ കാത്തു നോക്കിയിരിക്കുന്ന തൻ്റെ അമ്മയെ. അവൻ ലിഫ്റ്റിൽ കയറി. തൻ്റെ ഫ്ലാറ്റിൽ കോളിംഗ് ബെൽ അടിച്ചു. വീൽ ചെയർ ഒന്നിക്കൊണ്ട് ആ സ്ത്രീ തൻ്റെ മകനെ കാണാനുള്ള ധൃതിയിൽ വാതിൽ തുറന്നു. എവിടെ എൻ്റെ ലച്ചുമ? എന്നെ കാത്ത് മുഷിഞ്ഞോ? അവൻ ചോദിച്ചു. പോടാ, എന്തെന്ന് നീ വൈകിപ്പോയത്? ഓഫീസിൽ നിന്ന് കുറച്ച് വർക്കുണ്ടായിരുന്നു അമ്മ. അവൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ വേഷം മാറ്റി. വീട്ടിലിരുന്ന സ്ലീവ്ലെസ് ടീഷർട്ട് ധരിച്ച് ഒരു ഷോർട്ട്സും എടുത്തിട്ടു. വാട്ടർ ഹീറ്റർ ഓൺ ചെയ്ത ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അവൻ അമ്മയെ കോരിയെടുത്ത് കുളിപ്പിച്ചു. 10 വർഷമായി ഇതവൻ്റെ തന്നെ ജോലിയാണ്. അമ്മയുടെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും ഒരു മടി കൂടാതെ അവൻ ചെയ്തു പോന്നു. നല്ലൊരു കോട്ടൺ മാക്സി ഉടുപ്പിച്ച് മുടി കെട്ടി അതിൽ മുല്ലപ്പൂ കൂടി വെച്ച് കൊടുത്താലേ അവന് സമാധാനമാവുള്ളൂ. മതി കണ്ണാ, ഏതൊക്കെ എന്താ കിളവയ്ക്ക് പൂവല്ല? അവർ ചോദിച്ചു. അതിനവനൊരു പുഞ്ചിരി തൂകി. ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുന്ന ഭർത്താവിനെ ലക്ഷ്മിയമ്മ നോക്കി. തൻ്റെ മകൻ കണ്ണൻ അദ്ദേഹത്തെ പോലെ തന്നെയാണ്. അതേ രൂപം, അതേ നിറം, അതേ ഇഷ്ടം. തന്നെ മുല്ലപ്പൂ ചൂടിക്കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അവർ നിറഞ്ഞ കണ്ണുകൾ മറച്ചു വയ്ക്കാൻ നോക്കി. അമ്മക്കറിയാൻ തുടങ്ങിക്കോ. അപ്പാവെ ഓർത്ത് കാണും അല്ലേ? എൻ്റെ അപ്പാവുക്ക് തമിഴ് പെണ്ണ് കിട്ടാത്ത കൊണ്ടാണോ ഈ മലയാളി അമ്മയെ കൊണ്ടുവന്നത്? ഷോ, മോശം തന്നെ. കുസൃതിയോടെ പറയുന്ന അവൻ്റെ ചെവിയിൽ അവർ പിടിച്ചു. ഞങ്ങളുടെ പ്രണയത്തെപ്പറ്റി നിനക്ക് എന്തറിയാം? നിന്റെ അപ്പ ലക്ഷ്മി പറഞ്ഞ ജീവനായിരുന്നു. എൻ്റെ അത്ര സുന്ദരികളൊന്നും ഈ നാട്ടിലില്ലെന്നാ നിന്റെ അപ്പ പറയുന്നേ. ഓ പിന്നെ, ഒരു സുന്ദരിക്കോത. ഇത്രയും പറഞ്ഞ് അവൻ്റെ ഫോൺ സ്പീക്കറിൽ കണക്ട് ചെയ്തു. പഴയ ഇളയരാജ സംഗീതം ആ വീട്ടിൽ മുഴങ്ങി. ആ പാട്ട് മൂളിക്കൊണ്ട് അവൻ അടുക്കളയിൽ കയറി ദോശ ചുടാൻ തുടങ്ങി. വാങ്ങിച്ച ഉഴുന്നുവടയും അവൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ തക്കാളി ചമ്മന്തിയും ചേർത്ത് അവൻ അവൻ്റെ അമ്മയെ ഊട്ടി. എല്ലാ ജോലികളും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിൽ മെട്രോയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്തോ അവൻ അവളെ ഓർത്ത് ചിരിച്ചു. അതിരാവിലെ തന്നെ അവൻ ഉണർന്നു. ഫോണിലെ അലാറം ഓഫാക്കി. എന്നും താൻ 5 മണിക്കാണ് അലാറം വെക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക് പോകും. രാവിലെ തന്നെ ആദ്യം ചെയ്യുന്നത് അമ്മ ഉണർത്തുന്നതായിരുന്നു. അത് കഴിഞ്ഞ് പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പിന്നെ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ പ്ലേ ചെയ്ത് പിന്നെ അടുക്കളയിൽ ഒരു അംഗം തന്നെയായിരുന്നു. വേഗം തന്നെ ഒരു ചമ്മന്തിയും ഇഡലിയും ഉണ്ടാക്കിയെടുത്തു. അമ്മയ്ക്കുള്ളത് വാരിക്കൊടുത്തു. അതിൻ്റെ ഇടയിൽ കോലമിടാൻ മറന്നില്ല. അപ്പുറത്തുള്ള വീട്ടുകാർ നമ്മളെ നോക്കി ചിരിക്കുന്നത് എന്നും കാണുമായിരുന്നു. ആണൊരുത്തൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കൊച്ചു വിശ്വാസങ്ങളുള്ള വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ കയറിയെന്ന് പ്രാർത്ഥിച്ച ശേഷം അമ്മയ്ക്കൊരു ചുംബനം നൽകി നേരെ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. മെട്രോ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ എന്തോ മനസ്സിലാ ഇന്നലത്തെ പെൺകുട്ടിയാണ് ഓർമ്മയിൽ വന്നത്. അപ്പോഴേക്കും പ്ലാറ്റ്ഫോമിലേക്ക് മെട്രോ വന്നിരുന്നു. തൻ്റെ വെറും ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവൾ കയറിയത് അവൻ ശ്രദ്ധിച്ചു. ഏതൊരു യൂണിഫോം സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ഉണ്ടക്കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കുന്നുണ്ട്. ആ കണ്ണുകൾ തന്നെയാണ് തിരയുന്നത് എന്ന് മനസ്സിൽ തോന്നി. കണ്ടിട്ടും കാണാത്തതുപോലെ അവനിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അഞ്ജലിയുടെ മുഖത്തെ പ്രകാശം അവൻ കണ്ടിരുന്നു. തൻ്റെ മുഖം ഒരാൾക്ക് ഇത്ര സന്തോഷം നൽകുമോ അവൻ ചിന്തിച്ചു. അവൾ വേഗം തന്നെ അവൻ്റെ അടുത്ത സീറ്റിലിരുന്നു. ഹലോ, എന്താ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്ന? അവൾ ചോദിച്ച ആ ചോദ്യം കേട്ടപ്പോൾ അവൻ എന്തോ ഒരു ജാളിത തോന്നിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു.
ആരാ പറഞ്ഞത് എനിക്ക് തന്നെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന്? ബുദ്ധിമുട്ടില്ലെങ്കിൽ തനിക്കൊന്ന് ചിരിക്കാൻ വയ്യ, കരയാനും വയ്യാത്ത ഒരു എക്സ്പ്രഷനാണ് ഇടുന്നത്. അഞ്ജലി ചോദിച്ചു. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? വായി പൊട്ടിരിക്കാൻ പറ്റുമോ? ഒരു മെട്രോയാണിത്, ഒരു പബ്ലിക് സ്ഥലം. കാരണം എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ചുറ്റുമുള്ളവർ തന്നെ നോക്കുന്നത് ശ്രദ്ധിച്ചത്. വളരെ ഉറക്കെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം അരോചകമായുള്ള ഒരു നോട്ടമാണ് ആൾക്കാരിൽ നിന്നുമുള്ളത്. എന്തിന് എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്നത്? ചിരിച്ചൂടെ? ചിരിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അവളെ അവൻ കൂർപ്പിച്ച് നോക്കി. എന്താ കുട്ടി, എന്താ നിന്റെ പ്രശ്നം? നീ ആരാന്ന് പോലും എനിക്കറിയില്ല. നീ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണോ ഇപ്പോൾ വലിയ പ്രശ്നം? എൻ്റെ പേര് അഞ്ജലി. എൻ്റെ വീട് പാലക്കാട്. വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എനിക്ക് 2 അനീതിമാരും ഉണ്ട്. ഞാനിവിടെ അശോക് നമ്പറിലാണ് ജോലി ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ പേര് പറയേ. റാം, അവൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. ബാക്കി ബാക്കി എന്താ അറിയണത്? അവൻ ചോദിച്ചു. ജോലി എവിടെയാ? ഞാൻ അശോക് നഗറിലാണ്. ID കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ സിം തീരെ റേഞ്ച് കുറവാണ്. ഇങ്ങനെ പോയാൽ ഞാൻ ജിയോ എടുക്കും. പറഞ്ഞേക്ക്, അവൾ കാര്യമായി അവനോട് പറഞ്ഞു. എനിക്കതല്ല ജോലി. നീ വായ പൂട്ടിയില്ലേ വേണേ? എനിക്ക് മലയാളം അറിയുമെന്ന് കരുതി എല്ലാവർക്കും അറിയണമെന്നില്ല. ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് എന്തിനാ? അവൻ ചോദിച്ചു. ഓ ശരി, ഇനി ഞാൻ മിണ്ടുന്നില്ല. അവൾ ചുണ്ടു കുറിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും അശോക് നഗർ എത്തിയിരുന്നു. 2 പേരും ഒരുമിച്ച് ഇറങ്ങി. അവൾ ഉടുത്തിരുന്ന സാരി പൊക്കി പിടിച്ച് അവൻ്റെ പിന്നാലെ സ്റ്റെപ്പ് ഇറങ്ങി. മെട്രോ സ്റ്റേഷനിൽ നിന്നും എക്സിറ്റ് ചെയ്തപ്പോൾ അവൻ അവളോടൊരു വാക്കുപോലും പറയാതെ എതിർദിശയിലേക്ക് നടന്നു. ഹലോ, വൈകുന്നേരം കാണാട്ടോ, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തിരിഞ്ഞു പോലും നോക്കാതെ ഒരു കൈ മാത്രം അവൻ ഉയർത്തിക്കാട്ടി. അവൾ അവനെ നോക്കി കുറച്ചു നേരം നിന്നു. അവളുടെ ദിശയിലേക്ക് നടന്നു. ഐഡിയ സെല്ലുലാർ കമ്പനിയിലാണ് റാം ജോലി ചെയ്യുന്നത്. രാവിലെ തന്നെ സെക്യൂരിറ്റി അണ്ണന് ഗുഡ് മോർണിംഗ് പറഞ്ഞവൻ അവൻ്റെ സീറ്റിലിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ അടുത്ത് വന്നിരുന്നു. രാഹുൽ, അഭിഷേക്, റിയ, നേഹ ഇവർ 5 പേരും ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചത്. ജോലിയും ഒരുമിച്ച് തന്നെയാണ് നേടിയെടുത്തത്. അവൻ്റെ ടേബിളിൽ വളരെ ശ്രദ്ധയോടെ കാപ്പി വയ്ക്കുന്ന റിയ എല്ലാവരും പരിഹാസത്തോടെ കളിയാക്കി ചിരിച്ചു. റിയ 5 വർഷമായി റാമിനെ പ്രണയിക്കുന്നു. റാം ഒഴികെ ബാക്കി എല്ലാവർക്കും അതറിയാം. റാം, കാപ്പി കുടിക്കുന്നില്ല നീ? അവൾ സ്നേഹത്തോടെ ചോദിച്ചു. നീ ഇപ്പോൾ തമിഴിൽ പേസ മാട്ടിയാ? ഇപ്പോൾ ഫുൾ മലയാളം മട്ടുതാ? അവൻ അഞ്ജലിയുടെ ഓർമ്മയിൽ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഞാനും റിയയും അല്ലാതെ വേറെ ആരാ നിനക്ക് മലയാളി ഫ്രണ്ട്സ്? രാഹുൽ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അവൻ പെട്ടെന്ന് വിഷയം മാറ്റി. ബാക്കി 2 പേരും പക്ക തമിഴ്നാട്ടുകാർ തന്നെയാണ്. ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. റാം ബാത്റൂമിൽ കയറി മുഖം കഴുകി കണ്ണാടിയിൽ വെറുതെ നോക്കി. താൻ ചിരിച്ചാൽ ശരിക്കും അത്രയ്ക്ക് ഭംഗിയുണ്ടാവും. അവൻ്റെ കൊമ്പൻ മേയിച്ചൊന്ന് പിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി അവൻ പുഞ്ചിരിച്ചു. പിന്നെ നേരെ ഓഫീസിൽ ഡ്യൂട്ടിക്ക് കയറി. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് മെട്രോയിൽ നടക്കുമ്പോൾ കണ്ടു തൻ്റെ ഓപ്പോസിറ്റായി നടന്നു വരുന്ന അഞ്ജലിയെ. ഹേയ്, നമ്മൾ ഒരേ സമയത്താണ് ജോലി കഴിയുന്നത്. 6:30 വാച്ചിൽ. അപ്പോൾ വേഗം വാ, ടിക്കറ്റ് എടുക്കാൻ നോക്ക്. വർക്കിംഗ് ഡേ തിരക്ക് കൂടും, നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് വേഗം ടിക്കറ്റ് എടുത്തു. അവളുടെ കൂടെ അവൻ അവളോട് ചോദിക്കാതെ എടുത്തിരുന്നു. എങ്ങനെ അറിയാം ഞാൻ തിരുമംഗലമാണ് സ്റ്റോപ്പെന്ന്? ടിക്കറ്റ് എടുത്ത് അതവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ ചോദിച്ചു. ഇന്നലെ നീ തുള്ളിച്ചാടി ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അതെ, നാളെ ഞാൻ ടിക്കറ്റ് എടുക്കാം കേട്ടോ. അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി. കൊഞ്ച നേരം പേസാമ ഇരുക്ക മുടിയുമാ? അവൾ വായി സിപ്പടയ്ക്കുന്ന എക്സ്പ്രഷനിൽ ഇട്ടു. അവൻ്റെ കൂടെ ട്രെയിനിലേക്ക് കയറി. അവൻ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. തൻ്റെ ഉയരക്കൂടുതൽ കാരണം അവൾക്ക് മുകളിലെ കമ്പിയിൽ പിടിക്കാൻ കിട്ടുന്നില്ലായിരുന്നു. ബാലൻസ് കിട്ടാതെ താൻ വീഴുമെന്ന് തോന്നിയത് അവൻ അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. എൻ കമ്പിയിൽ പൊടി. നടുവിലായി നിൽക്കുന്ന ഒരു കമ്പിയുടെ ഇടയിൽ അവളുടെ കൈ പിടിച്ചു വെച്ചു. ചെവിയിലെന്തോ തിരികെ. അവൻ മുകളിലുള്ള കമ്പിയിൽ പിടിച്ച് ഫോണിൽ നോക്കുകയാണ്. അവൾ വെറുതെ അവനെ ഒന്ന് വീക്ഷിച്ചു. ഇസ്ത്രിയിട്ട് തേച്ച് ഒതുക്കിയ ഷർട്ട്, കരിമ്പച്ച ഷർട്ട്, ക്രീം പാൻറ്, നല്ല കട്ടിയുള്ള കറുത്ത മുടി, അതിൽ കുറച്ച് എണ്ണമയമുണ്ട്. കാപ്പിക്കണ്ണുകൾ ഫോണിലെന്തോ പരതുന്നു. കുറച്ച് തടിച്ച കാപ്പി ചുണ്ടുകൾ. സിഗരറ്റ് വലിയുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എണ്ണക്കറുപ്പുള്ള മൂക്കത്ത് പുതിയതായി 2 മുഖക്കുരു വരാനുണ്ട്. അവൾക്ക് അവിടെ തൊട്ട് നോക്കാൻ തോന്നി. കഴുത്തിലെ മാല ശ്രദ്ധിച്ചപ്പോഴാണ് ഷർട്ടിൻ്റെ ഉള്ളിലെ രോമക്കാടുകൾ അവൾ ശ്രദ്ധിച്ചത്. ഇതെന്താ, ആമസോൺ കാർഡാണോ? മനസ്സിൽ ചിന്തിച്ചതും അറിയാതെ തന്നെ അടുത്ത സ്റ്റോപ്പിലിട്ട ട്രെയിനിൻ്റെ ബ്രേക്കിൽ അവൻ അവളുടെ ഇടുപ്പിലോട് ചേർത്ത് പിടിച്ചിരുന്നു. അവനെ വായി നോക്കുന്ന തിരക്കിൽ കമ്പിയിലുള്ള പിടുത്തം താൻ പെടുത്ത് അഞ്ജലി മറന്നുപോയി. അവളുടെ മുഖത്ത് നോക്കാതെ ഒരു കൈ അവളുടെ ഇടുപ്പിലും ഒരു കൈ ഫോണിലും പിടിച്ച് അവൻ പിന്നിലേക്ക് ചാരി നിന്നു. ഫോണിലും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. മുടിച്ചതാ ഓൻ സ്കാനിങ്? എന്ത്? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. എന്നെ വായി നോക്കി കഴിഞ്ഞോ എന്ന്? എൻ്റെ തലമുത്തിൽ കഴുത്ത് വരെ നോക്കി വെള്ളം ഇറക്കുന്ന കണ്ടല്ലോ ഞാൻ.
അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ആ ചോദ്യത്തിൽ അഞ്ചു പതറിപ്പോയി. പിന്നെ ആര് നോക്കി തന്നെ? കറമ്പൻ. ദേഷ്യത്തിൽ അവളത് പറഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു. ആൾക്കാരുടെ തിരക്ക് കൂടുന്നതനുസരിച്ച് അഞ്ജലി ഒന്നുകൂടി അവനിലേക്ക് അമർന്നു പോയി. പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഷർട്ടിലേക്ക് അമർന്നു. നനത്ത എന്തോ സ്പർശം തൻ്റെ നെഞ്ചിലേക്കായതും അവൻ അവളെ നോക്കി. ഞാനൊന്നും ചെയ്തില്ല എന്ന എക്സ്പ്രഷനിൽ അവൾ അവനെ നോക്കാതെ തല തിരിച്ചു. അപ്പോഴേക്കും തിരുമംഗലം എത്തിയിരുന്നു. തന്നെ ഉന്തിത്തള്ളി വേഗം പുറത്തേക്കിറങ്ങുന്ന അഞ്ജലി അവൻ നോക്കി നിന്നു. പതിവ് പോലെ ഇന്ന് കലബലില്ലല്ലോ. തന്നോടൊരു ബൈ പോലും പറയാതെ ഇറങ്ങി ഓടിയ അവളോട് ഒരു നീരസം തോന്നി. മനസ്സിലപ്പോൾ കറമ്പൻ എന്ന വാക്കിലായിരുന്നു. അവളെ സ്റ്റോപ്പ് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പായ അണ്ണാർ നഗറിലാണ് തൻ്റെ അപ്പാർട്ട്മെൻറ്റ്. പതിവ് പോലെ എന്തെങ്കിലും ഒരു എണ്ണക്കടി അമ്മയ്ക്ക് വേണ്ടി അവൻ വാങ്ങി. ഒപ്പം ഒരു മുഴം മുല്ലപ്പൂവും. ഫ്ലാറ്റിലെത്തി അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ അമ്മയുടെ കൈവെള്ളിൽ വെറുതെ നോക്കി. പാൽ പോലെ വെളുത്ത അമ്മ. അമ്മ, ഞാൻ അവളോ കറുപ്പ് കളറാ? അവൻ അവരെ നോക്കി ചോദിച്ചു. ഏയ്, അത്രയ്ക്ക് കറുപ്പില്ല. എന്നെ കാണാൻ കുറച്ച് കരിക്കട്ടയാണെന്നേ ഉള്ളൂ, ലക്ഷ്മി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖം വീർത്തു, ചെറിയ കുട്ടികളെ പോലെ. ഭക്ഷണത്തിൽ വിരലിട്ട് കുത്തി കളിക്കുന്ന അവൻ്റെ തലയിൽ അവർ തലോടി. നീ നിന്റെ അപ്പാവിടെ നിറാണ്, രൂപവും പിന്നെ നിന്റെ കറുപ്പ് നല്ല എണ്ണ കറുപ്പാണ്, തിളങ്ങി നിൽക്കുന്ന കറുപ്പ്. ആണുങ്ങളായാൽ കുറിച്ച് ഉരുണ്ടിരിക്കണം. ആരോഗ്യവും അഴകുമുള്ള ഒരൊത്ത കൊമ്പൻ കുട്ടിയാണ് എൻ്റെ മോൻ. ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്തേ എൻ്റെ കണ്ണിനിപ്പോൾ നിറം പോരാ എന്ന് തോന്നിയത്? സുമ്മ ചോദിച്ചാണ്. ഇനി അതിൽ തോന്നണ്ട, പോയി കുറച്ച് സീരിയൽ കണ്ട് അതാലോചിച്ചിരിക്കും. എന്നെ വെറുതെ വിട്ടേക്ക് സുന്ദരിക്കോത. ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ ടി വിക്ക് മുന്നിലെത്തി അവൻ അവൻ്റെ പണികളിൽ ഏർപ്പെട്ടു. കറമ്പൻ, അല്ലടി നിനക്ക് രാവിലെ കാണിച്ചു തരാം, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഓർത്തുകൊണ്ട് മയങ്ങി. ഹോസ്റ്റലിലെത്തിയ അഞ്ജലി തന്നെ ചേർത്ത് പിടിച്ച് നിർത്തിയ റാമിൻ്റെ ഓർമ്മയിലായിരുന്നു. തന്നെ അടുപ്പിക്കുന്ന കാപ്പി കണ്ണുകൾ, അവൻ്റെ പെർഫ്യൂം ഗന്ധം പോലും എന്ത് മത്ത് പിടിപ്പിക്കുന്നതാണ്. കറമ്പൻ, നാളെ കാണട്ടെ, ഒന്നുകൂടി ചൊറിഞ്ഞു വിടാനുണ്ട്. അഞ്ജലി പുഞ്ചിരിച്ചുകൊണ്ട് ഓർത്തു. അപ്പോഴേക്കും ഹോസ്റ്റലിൽ ആമി എത്തിയിരുന്നു. ആര്യ കാര്യമായി ഓർക്കുന്നത്? തൻ്റെ ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് ആമി ചോദിച്ചു. അഞ്ജലി റാമിൻ്റെ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. നിനക്ക് അയാളോട് വല്ല ക്രഷുണ്ടോ? നിന്റെ കണ്ണിൽ ചെറിയൊരു പ്രണയം മണക്കുന്നുണ്ടല്ലോ. ഏയ്, പ്രണയല്ലേ? അല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ആദ്യമായി എന്നെ സഹായിച്ച ആൾ ഒരിക്കലും പിന്നെ കാണില്ല വിചാരിച്ച് വീണ്ടും വീണ്ടും വിധി അയാളിലേക്ക് അടുക്കാൻ അവസരമുണ്ടാക്കുമ്പോൾ എന്തോ ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. പിന്നെ അയാൾക്ക് നല്ല പഠിപ്പും വിവരവുമുണ്ട്. പ്രണയമെന്ന് പറഞ്ഞ് ചെന്നാൽ മതി. അയാളെ ചുമ്മാ ചൊറിഞ്ഞുവിടാൻ രസം. ഏറ്റവും രസം തമിഴും മലയാളവും ചുവയിൽ അയാളെ സംസാരിക്കുന്ന കേൾക്കുന്നതാ. പിന്നെ എനിക്കും ഒരു തമാശ, അഞ്ജലി പറഞ്ഞു. ആയിക്കോട്ടെ, ഇനി പ്രണയമായി പറഞ്ഞ് എൻ്റെ അടുത്ത് വരാതിരുന്നാൽ മതി, ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുളിക്കാൻ പോയി. അഞ്ജലി അവളുടെ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു. തന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന 4 മുഖങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ വിടരാനായി നിന്നിരുന്ന പ്രണയത്തിൻ്റെ ചെറിയ നാമ്പ് പോലും കരിഞ്ഞു പോയിരുന്നു.